ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ IVF നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നതിനെക്കുറിച്ചാണ്. IVFൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ലാസ്റ്റ് സ്റ്റേജ് എന്നതുപോലെ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റേജും കൂടിയാണത്. അപ്പോൾ ആഫ്റ്റർ IVF നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടും കാമായിട്ടും ഒക്കെ ഇരിക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ നല്ല റെസ്റ്റ് വേണ്ട ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വിജയശതമാനം കൂട്ടാൻ വേണ്ടി ഒരുപാട് പ്രയോജനപ്പെടും. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ഡയറ്റും കൂടി ആണെങ്കിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമായിരിക്കും. അപ്പം അതിന് വേണ്ടുന്ന ചില ഭക്ഷണ സാധനങ്ങൾ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സാധാരണക്കാരായ നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ അല്ലേ. നമ്മൾ സീസണായിട്ടുള്ള കുറച്ച് സാധനങ്ങളെ ചിലപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഡയറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഞാൻ എടുത്ത ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ നമുക്ക് ഡോക്ടേഴ്സ് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് പറയുന്നത് അയൺ, സിങ്ക്, കാൽഷ്യം, പ്രോട്ടീൻ, ഫൈബർ, omega-3 ആൻറ്റി ഓക്സിഡൻറ്റുകൾ, സിങ്ക് തുടങ്ങിയ പോലെ ഫോളിക് ആസിഡ് തുടങ്ങിയ ഉൾപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കണമെന്നാണ് അവർ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും ലഭ്യമായൊരു സംഭവമാണ് മുട്ട എന്ന് പറയുന്നത് അല്ലേ. മുട്ട ഒരു സമീകൃത ആഹാരമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ആദ്യമായിട്ട് മുട്ട ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡയറി പ്രോഡക്ട്സ് ആണ്. പാല്, മോര്, തൈര്, ബട്ടർ, പനീർ തുടങ്ങിയ ഡയറി പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. പാലിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ തൈരും യോഗട്ട് അല്ലെങ്കിൽ പനീർ മുതലായ കാര്യങ്ങളാണ്. പാലും ഉപയോഗിക്കാം, എങ്കിൽ പോലും തൈരെല്ലാം ആണെങ്കിൽ കുറച്ചും കൂടി അതിനകത്ത് വൈറ്റമിൻസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതെന്ന് പറയുന്നത് വെജിറ്റബിൾസാണ്. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെജിറ്റബിൾസിൽ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് പോലുള്ള കുറച്ച് കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇലക്കറികൾ, നന്നായിട്ട് ഇലക്കറികൾ ഉപയോഗിക്കണം. അപ്പം ഇവ രണ്ടും നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അയൺ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് പോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. പിന്നെ കിവി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോ നമുക്ക് സീസണിങ് ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ വളരെ പാടായിരിക്കും. പക്ഷേ ഇപ്പം വളരെ എളുപ്പമാണെന്ന് തോന്നുന്നല്ലേ. മിക്ക നമ്മുടെ തൊട്ടടുത്ത് വരെയും എൻ്റെ എല്ലാം IVFൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത് മാത്രമല്ല അതിന് നല്ല വിലയുമായിരുന്നു അന്നല്ല. പക്ഷെ ഇന്നെനിക്ക് തോന്നുന്നു കുറച്ച് വിലയെല്ലാം കുറവാണ്. മിക്ക എല്ലായിടത്തും നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ വരെയും അവക്കാഡോ എല്ലാം വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. കാരണം ഒരുപാട് ഗുണങ്ങൾ IVF സംബന്ധമായി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായിട്ട് നമുക്ക് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഫ്രണ്ട് എന്ന നല്ല നിലയ്ക്കാണ് നമ്മൾ അവക്കാഡോനെ ഉപയോഗിക്കാവുന്നത്. അപ്പം അതും പ്രധാനമായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കിവി ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതും വളരെയേറെ നമുക്ക് ഗുണം തരുന്ന ഒന്നാണ്. അപ്പം ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കഴിക്കേണ്ടത് നട്ട്സും സീഡ്സും ഗ്രെയിൻസും ആണ്. അതായത് പയർ, പരിപ്പ്, കടലവർഗ്ഗങ്ങളെല്ലാം, ചെറുപയറെല്ലാം വളരെ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒന്നാണ്. നമുക്കിപ്പോൾ ചിലപ്പം എല്ലാവർക്കും ഒന്നും സ്യൂട്ടാവണം എന്നില്ല. എങ്കിൽ ഇപ്പം ചെറുപയറെല്ലാം നിർബന്ധമായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. പുഴുങ്ങിയിട്ടെല്ലാം കഴിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ എല്ലാം. അതുപോലെ സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തങ്ങയുടെ വിത്ത് ഇല്ലേ, അത് അങ്ങനത്തെ കുറച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീഡ്സ്. ഈ സീഡ്സെല്ലാം എനിക്ക് അത്രയും കിട്ടിയിരുന്നില്ല കേട്ടോ. അപ്പം അത് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നട്ട്സ്, നമ്മുടെ കാഷ്യൂ, ബദാമെല്ലാം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ കാഷ്യൂ എല്ലാം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നട്ട്സ്, സീഡ്സ്, ഗ്രെയിൻസ് ഇതെല്ലാം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. നമുക്ക് നല്ല സ്ട്രെങ്ത്തും നമുക്ക് നല്ലൊരു ഊർജ്ജം കിട്ടണമെങ്കിൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണല്ലോ നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടുള്ള ഊർജ്ജം കിട്ടുന്നത്. അപ്പം ആ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും തവിടുള്ള ബ്രൗൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം വെള്ള അരിയേക്കാൾ കൂടുതൽ നമുക്ക് ശരീരത്തിന് ആവശ്യം എന്ന് പറയുന്നത് ബ്രൗൺ റൈസാണ്. അപ്പോൾ അത് കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
പിന്നെ നമുക്ക് കഴിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ ധാരാളം മത്സ്യം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. മത്സ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മാഗ്നീഷ്യം കണ്ടന്റുള്ള വലിയ വലിയ മത്സ്യങ്ങളൊന്നും കഴിക്കരുത്. അത് കഴിക്കരുതെന്ന് തന്നെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. പകരം നമ്മൾ ഈ അയല, മത്തി പോലുള്ള നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ആ ഫിഷെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക. കാരണം ഫിഷിനും ഒരു വലിയൊരു പങ്കുണ്ട് നമ്മുടെ ഡയറ്റിൽ. അപ്പോൾ അതും നിർബന്ധമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഞാൻ നേരെ ഓർമ്മിച്ചില്ല. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെല്ലിക്ക നല്ലോണം നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇളനീര്, ഞാൻ നല്ലോണം ഇളനീര് ഒരു ദിവസം ഒരു ഇളനീരെല്ലാം കഴിച്ചിരുന്നു. അത് ഫസ്റ്റത്തെ എംബ്രോ ട്രാൻസ്ഫറിന് ശേഷവും സെക്കൻഡ് എംബ്രോ ട്രാൻസ്ഫറിന് ശേഷം എല്ലാം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് കഴിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്ലാക്സ് സീഡില്ലേ, അത് കിട്ടുകയാണെങ്കിൽ അതും ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഈ പറയുന്ന കുറച്ച് ഭക്ഷണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പാചകം ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നമ്മുടെ എംബ്രിയോയുടെ വളർച്ച കുറച്ചും കൂടി സുഗമമാക്കാനും നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം നമുക്കൊരു ടെൻഷൻ ഫ്രീ ആകും. നമുക്ക് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആസ്വദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ലഭ്യമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസ്സിന് ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ കുറച്ച് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട് കേട്ടോ, നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഇക്കാര്യമൊന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.